നമസ്കാരം. നല്ല ഒരു പ്രഭാതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം വളരെ ഏറെ പ്രയോജനകരവും കേൾക്കുന്നവർക്കും കേൾക്കുന്നവരുടെ കുടുംബത്തിനും നിങ്ങൾക്കും മനസ്സിലായോ, കുട്ടികൾക്കും ഏറ്റവും ഉചിതമായ ഒരു പ്രസംഗ ശൈലി പഠിപ്പിക്കാൻ പോവാം. ഇത് ഒരു ദിവസം കൊണ്ട് പപ്പ പഠിച്ചതല്ല. പല പുസ്തകങ്ങളിൽ നിന്ന്, പല വീഡിയോസ്, പല സെമിനാറുകൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ. അന്നേരം ചോദിക്കും പപ്പ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന്. അതെനിക്കറിയത്തില്ല. എനിക്കിതുവരെ പ്രസംഗിക്കാനായിട്ട് ബാ എന്ന് പറഞ്ഞ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. മനസ്സിലാവുന്നു? എന്നോട് എൻ്റെ പാർട്ടിയും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവർ ഏറ്റവും നോക്കുന്ന എന്തോന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എങ്ങനെ മൈക്ക് വരാതിരിക്കാം എന്നുള്ളതാണ്. അതങ്ങനെയാണ്. സാഹചര്യങ്ങൾ ആരും തരില്ല. മനസ്സിലായോ? സാഹചര്യം ഉണ്ടാക്കിക്കോണം. അതാ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതും ഇതിനകത്ത് വരും. മനസ്സിലായോ? പള്ളിയിലും അത് തന്നെ. മനസ്സിലാവുന്നു? അപ്പം നമുക്ക് എന്ത് ചെയ്യും? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന ആരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തണം. കാരണം പ്രസംഗമെന്ന് പറയുന്നത് ശ്രോതാവിനെ കേൾപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് വരുമാന മാർഗമായാലും അവിടെയെല്ലാം നിങ്ങളെ വിൽക്കുക. മനസ്സിലായോ? ഓക്കെ. ഇത്രയും ഫ്രീ ആയിട്ട് ലോകത്തൊരു സംവിധാനം ഇല്ല. ഒരു വലിയൊരു ഓഡിയൻസിനെ ഒരുകൂളം ആൾക്കാർ കൂട്ടുന്നു, എന്നിട്ട് നമ്മളെ വിളിക്കുന്നു, നമ്മളവിടെ പോയി നമ്മളെ വിൽക്കുന്നു. പക്ഷേ എങ്ങനെ കൃത്യമായി വിൽക്കാൻ പഠിക്കണം. നമ്മൾ നല്ലൊരു ഡോക്ടറുടെ അടുത്ത് പോകുന്നത് പോലെ, മോഹൻലാലിനെ ഒരു സിനിമ അഭിനയിക്കാൻ വിളിക്കുന്നത് പോലെ. മനസ്സിലാവുന്നു? ആരൊക്കെ വിളിക്കുന്നോ ആ സിനിമയിൽ മോഹൻലാലിനെ, മമ്മൂട്ടി ആ കഥാപാത്രം അറിഞ്ഞു വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കഴിവുണ്ട് എന്നറിയണം. മോഹൻലാൽ ഈസ് എ വെർസറ്റൈൽ ആക്ടർ. ദാറ്റ്സ് അയാൾ ആ ഒരു കാഴ്ചപ്പാടിലുള്ള അഭിനയമാണെന്നുണ്ടെങ്കിൽ ആര് വിളിക്കും? അത്തരത്തിലുള്ള ഇതിനനുസരിച്ച് വിളിക്കും. അപ്പം നിങ്ങളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രിപ്പറേഷൻ പക്കയായിരിക്കണം. നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ പറ്റിയുള്ള കൃത്യമായ അറിവുണ്ടായിരിക്കണം. ആ അറിവുകൾ ഓഡിയൻസിന്, ശ്രോതാവിനനുസരിച്ച് നിങ്ങൾ മാറണം. അവിടെ ഇരിക്കുന്ന ആൾക്കാർ വലിയ ഇൻ്റലക്ച്വാലിറ്റി ഉള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളാണോ, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളാണോ, അല്ലെങ്കിൽ അധ്യാപകർക്കുള്ളതാണോ, ആർക്കാണ്? നമ്മളെ കേൾക്കുന്ന ആരാണ്? കൃത്യമായ അറിവുണ്ടാവണം. മനസ്സിലാവുന്നു? എന്നിട്ട് കൃത്യമായ അറിവ് നമ്മൾ ഒരു പേപ്പറിൽ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോണം, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. മനസ്സിലാവുന്നു? അപ്പം ഇതായിരിക്കണം പ്രസംഗത്തിൻ്റെ ആദ്യം. അതോടൊപ്പം തന്നെ നിങ്ങളെ ആരാണ് പ്രസംഗത്തിന് വിളിക്കുന്നത്, എവിടാണ് പ്രസംഗത്തിന് വിളിക്കുന്നത്, ഏത് സമയത്താണ് വിളിക്കുന്നത്, ഏത് ടോപ്പിക്കാണ്, അങ്ങനെയുള്ള എല്ലാ സാധനവും നിങ്ങൾ മനസ്സിലാക്കിയോ? അതനുസരിച്ച് നിങ്ങളൊരു പ്രിപ്പറേഷനും ചെയ്ത് കൈവച്ചേക്കണം. ഇനി നിങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പോവാ? പ്രസംഗിക്കാൻ പോകാൻ പോവാ. ഇനി സ്റ്റേജിലേക്ക് കയറാൻ പോവാ. ബാക്കിയെല്ലാം നിങ്ങൾ സെറ്റാക്കി വെച്ചു. ബിക്കോസ് പ്രസംഗം എന്ന് പറയുന്നത് ഒരു കലയാണ്. നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നത്? മോഹൻലാൽ എന്തിനാ പോന്നേ? പ്രസവിക്കാനല്ല. മോഹൻലാൽ എന്തിനാ പോന്നേ? അഭിനയിക്കാൻ. നിങ്ങളും ആ സ്റ്റേജിൽ കയറുന്ന എന്തിനാ പോന്നേ? ഇവിടെ ഒരു അഭിനയമുണ്ട്. അതുകൊണ്ടാണ് പ്രസംഗം ഒരു കല ആണ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പം നമ്മൾ ഒരു സ്റ്റേജിലോട്ട് ചെല്ലുകയാണ്. ഭയങ്കരമായ ഓഡിയൻസ്, ഏകദേശം 10-50,000 ആൾക്കാർ. കണ്ടപ്പോഴേ വിറച്ച്. പേടിക്കരുത്. എന്ത് ചെയ്യണം? പേടിക്കാതെ ആ സ്റ്റേജിലേക്ക് കടന്ന് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു റിലാക്സ്ഡ് ആവും. അതിനൊരു നിപ്പുണ്ട്. എങ്ങനെ? കൃത്യമായ നിപ്പ്. കണ്ടോ? എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ച് ഇങ്ങനെ പിടിച്ചൊന്നും നിൽക്കണ്ട. കാരണം ഇത് സ്ട്രെയിറ്റൻ ചെയ്യണം ബോഡി. മനസ്സിലാവുന്നു? നമ്മുടെ കൈകൾ എങ്ങോട്ട് ചലിപ്പിക്കാൻ ഒക്കുന്ന രീതിയിലായിരിക്കണം. നമ്മുടെ ഡ്രസ്സിങ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഏത് ഫംഗ്ഷൻ ആണോ പോകുന്നത് അതനുസരിച്ചുള്ള ശാരീരിക ഘടന ഉണ്ടാക്കണം. ഈ പ്രസംഗ വിഷയം ഇന്ന് പറയാൻ ഞാൻ ഇപ്പോൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? നേഹക്കുട്ടൻ്റെ ഇന്നലത്തെ സ്പീച്ച് കൊണ്ടാണ്. മനസ്സിലായ? പ്രസംഗം കൃത്യമായ ബോഡി ലാംഗ്വേജ്, കൃത്യമായ പ്രസൻറ്റേഷൻ ശൈലി, പക്ഷേ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിരിക്കണം. ഒരു കാര്യം കണ്ടന്റ് എടുക്കുമ്പോൾ ഒരു കാര്യം പഠിച്ചോണം. എന്ത് ചെയ്യണം? ഞാനിപ്പോൾ പറഞ്ഞു തന്നാലും അല്ലെ വേറൊരിടത്ത് നിങ്ങൾ എടുത്താലും പ്രസംഗം എൻ്റെ കയ്യിലുണ്ട് എന്ന കാഴ്ചപ്പാടിൽ പ്രസംഗിക്കാൻ നിൽക്കരുത്. അപ്പം നമ്മുടെ മനസ്സ് മൊത്തം എന്താണ്? നോക്കി വായിക്കുന്ന മൈൻഡിലേക്ക് പോകും. മനസ്സിലാവുന്നു? നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് അവിടെ. ഓക്കെ, നമ്മൾ സ്റ്റേജിലോട്ട് പോവാം. അവിടെ നമ്മൾ നേരെ നിന്നു, ശ്വാസം പതുക്കെ എടുത്ത് വിട്ടു. എന്നിട്ട് എന്ത് ചെയ്ത്? സമാധാനത്തോടൊരു ചിരി. ആരെയാ? ഓഡിയൻസിനെ നോക്കി. വേണമെങ്കിൽ ഒന്ന് കൈ വീശിയും കാണിക്കുക. അണ്ടർസ്റ്റാൻഡ്? ആ ബോഡി മൂവ്മെൻ്റ് എപ്പോഴും നിങ്ങളുടെ തോട്ടിനെ മാറ്റും. മനസ്സിലായ?
പോസിറ്റീവ് സെറാട്ടോണും ഡോപ്പാമിനും ആസോസിനൊക്കെ ആഞ്ഞടിക്കും. ഹാപ്പിയസ്റ്റ് ഹോർമോൺസ് എല്ലാം കയറി. കാരണം ബിക്കോസ് ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് എ ഹ്യൂജ് ക്രൗഡ്. അണ്ടർസ്റ്റാൻഡ്? ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് മനസ്സിൽ പറയണം, ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ്. യെസ് ഐ ക്യാൻ. ഞാൻ വിജയിക്കാൻ പോവുകയാണ്. മനസ്സിലായോ? ഞാനെന്ത് എന്നെ വിൽക്കാൻ പോവുകയാണ്. അടുത്ത മനസ്സിലാവുന്ന എന്താ സംഭവം? എന്താ അടുത്തെന്തോ? യെസ് ഐ ക്യാൻ എന്നല്ല, എന്നെ ഞാൻ വിൽക്കാൻ പോവുകയാണ്. മനസ്സിലായോ? എന്നെ ഞാൻ വിൽക്കാൻ പോവാന്നുള്ള ചിന്ത കൃത്യമായി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പട്ടികളെ ഡിസ്റ്റർബ് ചെയ്ത് എന്നാലും കേട്ടോ, നമ്മുടെ വിൽപ്പന ചെയ്യുന്ന സാധനം നമ്മൾ തന്നെ. നമ്മുടെ ശബ്ദം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ചിരി, അതിന് ഞാൻ ഒറ്റ വേടി പറയുന്ന ഇമോഷൻസ്. എന്തോ? ലോകത്ത് ഇമോഷൻസ് കൊണ്ട് സ്പീക്ക് ചെയ്യുന്നവരെല്ലാം മരണശേഷവും അവന്മാർ നിലനിൽക്കും. ഫോർ എക്സാമ്പിൾ മാർട്ടിൻ ലൂതർ കിങ് സെക്കൻഡ്. മനസ്സിലായി? മാർട്ടിൻ ലൂതർ സെക്കൻഡ്. അടുത്തതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി, നല്ലൊരു ഇമോഷണാലിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ പിന്നെ അടുത്ത പ്രാസംഗികൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കി വിച്ചുച്ച്. അതുപോലെ തന്നെ ജാക്മ. ഹിറ്റ്ലർ ഭയങ്കര സ്പീക്കറാണ്. പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ ഇമോഷണലായിട്ട് പ്രസംഗിക്കുമ്പോൾ, ഹിറ്റ്ലറുടെയൊക്കെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറും മോദിയൊക്കെ ഇമോഷണലായിട്ട് പ്രസംഗിക്കുകയും ഒരാളെ ചൂണ്ടി സംസാരിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നു? അവരെപ്പോഴും ഒരു ന്യൂനപക്ഷത്തിന് ഒരു ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിൻ്റെ കുറ്റങ്ങൾ പറയും. ജൂതന്മാരെ വെച്ചടിച്ചു, ഇവിടെ മുസ്ലിംസിനെ വെച്ചടിച്ചു. ഹിറ്റ്ലർ ചെയ്ത അതേ, ഇവരെല്ലാം ഒരേ ടെക്നിക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോട്ടെ, നമ്മുടെ വിഷയം അതല്ല. പ്രസംഗം പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ള. അപ്പോൾ നമ്മൾ അവിടെ നിന്നുകൊണ്ട്, സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവരെ നോക്കി. രണ്ടാമത്തെ പ്രശ്നം, ഈ 50,000 പേര് നിൽക്കുമല്ലേ. നമ്മളെ പെർഫെക്റ്റ് ആക്കി, നമ്മുടെ കയ്യിൽ കണ്ടൻറ്റായി, എല്ലാം ആയി, പോഡിയത്തിൻ്റെ അടുത്ത് പോയി സാധനം ഒട്ടിച്ചു വെച്ചു, എല്ലാം ക്ലിയർ ചെയ്തു. മനസ്സിലാണോ? ഇനി ഡെലിവറി ചെയ്യാൻ പോവാം. അപ്പോൾ ഇത്രയും പേരെ കണ്ടേക്കും. ഇത്രയും പേരോട് നോക്കി സംസാരിക്കാൻ നിൽക്കരുത്. അതിലൊരാളെ സെലക്ട് ചെയ്യുക, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ. മനസ്സിലായോ? ഇപ്പോൾ ഇതിനകത്ത് തന്നെ ശ്യാമുണ്ട്, നിഷയുണ്ട്, രഞ്ജിച്ചാണ്. ഇവരെ ആരെങ്കിലും ഒരാൾ നിഷയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? സംസാരിക്കാൻ പോവാം. കൃത്യമായി നിഷയെ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മുടെ കണ്ണ് അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. മനസ്സിലാവുന്നു? നമ്മളറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പറയുന്ന കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ പോകണം. എപ്പോഴാ? ഈ 50,000 പേരോടല്ല സംസാരിക്കുന്നത്. ഇപ്പം ആരോടാണ് സംസാരിക്കുന്നത്? ഫോക്കസ് ചെയ്യാതെ ആ വ്യക്തിയോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പപ്പയോട് സംസാരിക്കാൻ നിനക്ക് ചമ്മലുണ്ടോ? ഒരാളോട് സംസാരിക്കാൻ ചമ്മലുണ്ടോ? വിക്കനായാലും ഒരാളോട് സംസാരിക്കത്തില്ലേ? അയാൾ കൈ കാണിച്ചായാലും സംസാരിക്കത്തില്ലേ? ഇതേ തന്ത്രങ്ങളായിരിക്കണം പ്രസംഗത്തിൽ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങൾ ഒരാളോട് സംസാരിക്കാൻ പോവാ. 50,000 പേരെ നിങ്ങൾ കാണുന്നോ? ഇല്ല. നിങ്ങളപ്പം ബാക്കിലും ഒരു 3 മൂലയ്ക്കായിട്ട് 3 പേരെ കണ്ടു. ഈ 3 പേരോടും ഒരു കൈ ആംഗ്യം കൊണ്ടെങ്ങാണം എവിടെങ്കിലും വെച്ച് ഇങ്ങനെ കാണാം ഒരു തമ്പൊക്കെ അടിച്ച് അവരുടെ ശ്രദ്ധയെടുത്ത് നിങ്ങൾ അവരോട് സംസാരിക്കുക. മനസ്സിലാവുന്നു? പ്രസംഗം അങ്ങോട്ട് കൊഴുക്കാൻ തുടങ്ങും. കണ്ടന്റ് കൃത്യമായ സ്റ്റാൻഡിൽ 1, 2, 3 എന്ന് പറഞ്ഞ് പറയണം. മനസ്സിലാവുന്നു? നാടകം നമ്മൾ മമ്മൂട്ടി മോഹൻലാലിനെ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ പറഞ്ഞതേ കഷ്ടപ്പാട്. മനസ്സിലായോ? അവരവരുടെ ഇതിനനുസരിച്ച് അതായത് സിനിമയുടെ ഒന്നാമത്തെ ഭാഗമെടുത്ത് അവസാനത്തെ ഭാഗമെടുത്ത് ഒന്നാമത് വിടാൻ പറ്റുമോ? ഒക്കത്തില്ല. കൃത്യമായ ഓർഡർ ആയിരിക്കണം. നിങ്ങൾ ഇമോഷണൽ വരുന്നിടത്ത് കൃത്യമായി ഇമോഷണൽ പറയണം. കരയാൻ തോന്നിടത്ത് നിങ്ങൾ വിഷമത്തോടെ സംസാരിക്കണം. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രസംഗത്തിൽ ഒരു കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം. ഫാക്റ്റ് കറക്റ്റായിട്ട് പറയണം. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അർദ്ധരാത്രി കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സമയത്ത്, ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ആ രാത്രി സമയത്തും ആർത്തുല്ലസിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമെന്ന വലിയ ഒരു കടന്നു കിട്ടിയിരിക്കുന്നു. അവർ ബ്രിട്ടീഷുകാരെ തുരത്തി എന്നുള്ള അവരുടെ ആ മാനസികാവസ്ഥ അവരെ സന്തോഷത്തിൽ ആറാടിച്ചു. മനസ്സിലായോ? സ്പെസിഫൈ ചെയ്ത് ഊന്നി കറക്റ്റായിട്ട് പറയണം. മനസ്സിലാവുന്നു? അപ്പോൾ അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇമോഷണൽ കൃത്യമായിരിക്കണം. ഇത്രയും കൊല്ലത്തെ കഷ്ടപ്പാടിൻ്റെ തിരിച്ചുവരവാണ്. അങ്ങനെ തന്നെ അത് പറയണം. അപ്പോഴാണ് അടുത്ത വാക്ക്, ബ്രിട്ടീഷുകാരൊന്നോർത്തോളുക, ഈ രാജ്യം ഈ അവസ്ഥയിൽ നിന്ന് വെറും 50 കാലഘട്ടം കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങൾ ലോകത്തെ വൻ ശക്തിയായി മാറും. മനസ്സിലാവുന്നു? അപ്പോൾ സ്വരത്തിന് വേറൊരു ഇതാവും.
മനസ്സിലായി? കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൃത്യമായ രീതിയിൽ ഡെലിവറി ചെയ്യണം. ഇമോഷൻസ് പക്ക ക്ലിയർ ആയിരിക്കണം. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നിങ്ങളിന്ന് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി. നരേന്ദ്രമോദി കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിയും, പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത് പോയിൻ്റ് ഔട്ട് ചെയ്യും. ആരോ എഴുതി കൊടുക്കുന്ന പ്രസംഗം കൃത്യമായ രീതിയിൽ ഡെലിവറി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. മനസ്സിലാവുന്നു? അവർ പറയുന്നത്. പിന്നെ രാഷ്ട്രീയ പ്രസംഗത്തിൽ എപ്പോഴും വേണ്ട ഒരു സംഭവം പൊള്ളയായ കാര്യം, വാഗ്ദാനം കൊടുത്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായ? ചിലരും വാഗ്ദാനം കൃത്യമായിരിക്കണം. 1918 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ 2019 ഒസായി സന്ധി പ്രകാരം ജർമ്മനിയെ പല രാജ്യങ്ങളായി തുണ്ടങ്ങളായി മുറിച്ചു മാറ്റുമ്പോൾ ആ പട്ടാളത്തിലേക്ക് പ്രവർത്തനത്തിന് 1920 കാലഘട്ടത്തിൽ വന്ന അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. രാജ്യങ്ങളെ എതിർക്കുന്നതിന് മുമ്പ് എൻ്റെ രാജ്യത്തെ ജനത്തെ ഒരുമിച്ച് നിർത്തണം. എൻ്റെ രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് പൊതുവായ ഒരു ശത്രു വേണം. അങ്ങനെ ആര്യവംശം എന്ന് പറയുന്ന നമ്മുടെ ബ്ലഡ് അത്ര തീവ്രമാണെന്നും ഈ രാജ്യത്ത് കടന്നു കയറി വന്ന ജൂതന്മാരെ നമ്മൾ കൊല്ലുക തന്നെ വേണം. മനസ്സിലായി? കൃത്യമായി പറയുക. അയാൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായില്ല. അപ്പോൾ ആ രാജ്യത്ത് സമാധാനത്തോടെ തൊട്ടടുത്ത് വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ജൂതന്മാരെ ആര് ശത്രുവാക്കി? അവിടുത്തെ ജർമ്മനിയിലെ ആൾക്കാർ. അവർ രാജ്യത്തിൻ്റെ എല്ലാ പ്രശ്നത്തിനും കാരണം യവന്മാരായ ചാരന്മാരാണെന്ന് ഇവർ പറഞ്ഞു വരുത്തി. മനസ്സിലായ? ജൂതന്മാർ ലോകത്തെല്ലായിടത്തുമുണ്ടെന്നും യവന്മാർ നമ്മളെ ഒറ്റുവാണെന്നും ഇവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതെന്നൊക്കെ യവന്മാർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ജനത്തിൻ്റെ മുകളിൽ മെജോറിറ്റി മൊത്തം ജൂതന്മാർക്കെതിരായി. ജൂതന്മാരെ അയാൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊന്നൊടുക്കി. മനസ്സിലാവുന്നോ? ഇത്തരത്തിൽ ഇന്ത്യയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. കാരണം ഞാൻ നിങ്ങളെ പ്രസംഗം പഠിപ്പിക്കുക. മനസ്സിലാവുന്നോ? ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ. പൊളിറ്റിക്കൽ പ്രസംഗം പോലെ ആയിരിക്കരുത് പള്ളിയുടെ പ്രസംഗം പറയുമ്പോൾ ടോൺ മാറുകയാണ്. കർത്താവായ യേശു ക്രിസ്തു, മനസ്സിലാവുന്നു, AD 4-ാം വർഷം ജനിച്ചപ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. അത് യേശുവിൻ്റെ വരവിനെ ഭയപ്പെട്ട ഹെരോദാവായിരുന്നു. ഇവിടെ മരണങ്ങൾ സംഭവിച്ചപ്പോഴും ദൈവം ഒരു കുഞ്ഞിനെ മാറ്റിവെച്ചു. അവനാണ് ലോകത്തിൻ്റെ രക്ഷ. മനസ്സിലായോ? രണ്ടും രണ്ട് സ്ഥലത്തിലേക്ക് പോകും. മോട്ടിവേഷനിലാകുമ്പോഴോ അവൻ്റെ ഹൃദയത്തെ നമ്മൾ കൃത്യമായി ടച്ച് ചെയ്യണം. നിങ്ങളോട് സ്റ്റോറി കൊണ്ട് മോട്ടിവേഷൻ പറയാൻ പറ്റണം. ഇൻസ്പിറേഷൻ ആണെങ്കിൽ അവൻ്റെ അപമാനത്തെ പിടിച്ച് സംസാരിക്കാൻ പറ്റണം. പ്രസംഗം കൃത്യമായ കലയാണ്. പ്രസംഗത്തിനകത്തെ വാക്കുകൾ ചടുലമായിരിക്കണം, കൃത്യമായി വരണം. അതുകൊണ്ട് വാക്കുകൾ കൃത്യമായി പഠിച്ചോണം. അപ്പോൾ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ഒരാളെ പോയിൻ്റ് ഔട്ട് ചെയ്തു, നിങ്ങൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു, വൈബ് കറക്റ്റാണ്, ഇമോഷൻ കറക്റ്റാണ്. നിങ്ങൾ ഇനി പറയുമ്പോൾ കാലങ്ങൾ പറയണം. 1885 മനസ്സിലാണോ? കോൺഗ്രസ് പാർട്ടി എവിടെ കയറിയിരിക്കുന്നത്? ബാക്കിലാണ്. ഞാൻ പറഞ്ഞത് എന്താ? പാസ്റ്റിനെ പറ്റിയാ. ഡിസംബർ മാസം 28-ാം തീയതി കോൺഗ്രസ് പാർട്ടി എന്ന ആശയം കൊണ്ടുവന്നു. പറഞ്ഞ മനസ്സിലാവുന്നോ? ഇപ്പോഴത്തെ കൈ പോയി. ഇനി പറയുക, ആ കോൺഗ്രസ് പാർട്ടി പ്രസന്റ്, ആ കോൺഗ്രസ് പാർട്ടി അടുത്ത ഫ്യൂച്ചറിലോട്ട് ദൂരെ നിങ്ങൾ അവരെ കൈ നോക്കി, ഓഡിയൻസിനെ കൈ നോക്കിയിട്ട് പറയണം, നിങ്ങളിലൂടെ വളരാൻ പോവുകയാണ്. ആ സംവിധാനത്തിലേക്ക് നിങ്ങളിലൂടെ തിരിച്ചു വരാൻ പോവുകയാണ്. മനസ്സിലായ? ഓരോ കാലഘട്ടങ്ങളെ ഓരോ രീതിയിൽ സംസാരിക്കാൻ ഈ ആംഗ്യ ഭാഷ ആളെ അവിടെ പിടിച്ചിരുത്തും. മനസ്സിലാവുന്നു? അപ്പം മോൾ ഇന്നലെ സംസാരിച്ചപ്പോൾ കൃത്യമായ രീതിയിൽ ഇതെല്ലാം ചെയ്തു. പക്ഷെ എന്ത് ചെയ്തില്ല? കൃത്യമായ രീതിയിൽ സംസാരിച്ചില്ല. ടോണുകളും മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ കണ്ടൻറ്റിൻ്റെ കുഴപ്പമുണ്ട്. കാരണം കേൾക്കുന്നവൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിൻ്റെ ഈ പ്രസംഗത്തിനകത്ത് എല്ലാവരും 100% ഓടിയിരിക്കും. പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത് വ്യത്യസ്തമായിരിക്കണം. മനസ്സിലായോ? ഹൃദയം തിളയ്ക്കണം. ഇത് പറയുമ്പം അവൻ്റെ എന്തു മനസ്സും ശരീരവും ആത്മാവും എല്ലാം തിളച്ചു. പക്ഷെ നിന്റെ തിളച്ചോ? ദിസ് ഈസ് ഡിഫറെൻറ്റ്. മനസ്സിലായോ? അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങളും അതിലേക്ക് അങ്ങ് ഇമേഴ്സാണ്, അങ്ങ് ലയിച്ച് ചേരണം. അന്നേരമാണ് അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിച്ചിരിക്കണം, നിങ്ങൾ അറിവ് എക്സ്ട്രാ നേടിയിരിക്കണം, വാക്കുകൾ മലയാളം വാക്ക് 500 എഴുതി പഠിക്കണം. CPM-ൻ്റെ ആൾക്കാർ ചെയ്യുന്നതിൻ്റെ കൂട്ട് പൊതുവായ ഒരു ശത്രു ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണ്ട, നമ്മൾ ദൈവികമായ ആൾക്കാരെ പോലെ ആയിരിക്കണം.
യേശു പോലും പോയിന്റ് ഔട്ട് ചെയ്താൽ സംസാരിച്ചത്, പരീക്ഷന്മാരെയും അവരെയൊക്കെ. മനസ്സിലാവുന്നു? അത് പോട്ടെ, അത് വിഷയം നിങ്ങൾ എന്തെങ്കിലും എന്നോട് സംശയം ചോദിക്കുമ്പോൾ പറയാം. ഇത് കേൾക്കുന്നവർക്കും ഗുണം ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്രസംഗത്തിൻ്റെ എവിടം വരെ എത്തി? ആൾക്കാരോട് പറഞ്ഞു. ഇനി ഞാൻ പ്രസംഗം എല്ലാവരും പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആരാ? പൊതുവേ യൂട്യൂബ് ചാനലിലിരുന്ന് അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ ഇരുന്ന് പ്രസംഗം പഠിപ്പിക്കുന്ന അധ്യാപക അനധ്യാപക സപ്രോസ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവർ പഠിപ്പിക്കുന്നത് PPIT. എന്തോ? പക്ഷേ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്ക്? ഒരു പ്രസംഗിക്കാൻ ആദ്യമായി പോകുന്ന ഒരാൾക്ക്. ഇപ്പോൾ രഞ്ജിത്ത് ചായന് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഓക്കെ, രഞ്ജിത്ത് ചായന് പ്രസംഗിക്കാൻ പറ്റുന്ന, അജിത്തിന് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴി എന്തോന്നറിയാമോ? PPIT. P means the person in the stage, in the room, the audience, all are your persons. ഒന്ന് നിങ്ങൾ പറയുക, ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ആദരണീയനായ എന്ത് വേണമെങ്കിലും കളപ്പിക്കണം. അയാളെ പറ്റി മാക്സിമം പഠിച്ചു. പക്ഷെ അയാളെ കളത്തുന്ന ആയിരിക്കരുത്. അയാളൊരു പ്രധാനമന്ത്രിയെ കാരണമെങ്കിൽ കളത്താൻ നിൽക്കാവും. അല്ലെന്നുണ്ടെങ്കിൽ ആ കളത്തിലൂടെ പ്രസംഗം തീരുവോടെ. കാരണം അയാളെ എതിരുള്ള ഒത്തിരി ആളവിടെ ഉണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് ഓഡിയൻസിനെ അറിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞതാണ്. തുച്ഛമായ രീതിയിൽ ഈ മനസ്സിന് പിരിമുറുക്കം ഉള്ളവന്മാർ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേര് ഒമിറ്റ് ചെയ്യും. മനസ്സിലായോ? അതും ആലോചിച്ചോണം. എന്നിട്ട് ഏറ്റവും അവസാനം പറയാൻ ശ്രമിക്കും ഈ തന്ത്രങ്ങളെല്ലാം കറക്റ്റാണെന്ന്. മനസ്സിലായോ? അത് അവന്മാർ പറയുന്നത് ഈ പൊട്ടന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കഴിവുള്ളവനെ എന്ത് ചെയ്യും? ഡിപ്രസ് ചെയ്യാൻ ശ്രമിക്കും. മനസ്സിലാവുന്നു? അവനെ അടിച്ചമർത്തും. അത് പോട്ടെ. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കൃത്യമായ പേരെടുത്ത് സംസാരിക്കണം. ബഹുമാന്യനും ആദരണീയവുമായ ലിനി മാഡം, എൻ്റെ പ്രിയ സുഹൃത്തും എന്നെ ഈ പ്രസംഗത്തിലേക്ക് വിളിച്ച ബഹുമാനിയായ നിയാസാറ നെൽസൺ, ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തക പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്നയാൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന നേഹ സാറ നെൽസൺ, എന്നെ കേൾക്കുന്ന ജനമായിരിക്കണം നമ്മളെ കേൾക്കുന്ന. സോ അട്രാക്ട് ദം. അവരെ അട്രാക്ട് ചെയ്യാൻ അവരെ പ്രസ് ചെയ്ത് പറഞ്ഞേ പറ്റൂ. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്നത് മേരാ പ്യാരാ ദേശവാസിയോ. മനസ്സിലായോ? കൃത്യമായി ഡെലിവറി ചെയ്തിരിക്കണം. ആ വിളി കൃത്യമായിരിക്കണം. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ ഒരു പയ്യൻ അങ്ങനെ പറഞ്ഞു. ഒരു യുവാവ്, എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ. ആരാന്നറിയാമോ? സ്വാമി വിവേകാനന്ദ. അണ്ടർസ്റ്റാൻഡ്? കൃത്യമായിട്ട് ആരോട് എറിയണം? ഓഡിയൻസിനെ എറിഞ്ഞിരിക്കണം. ഓഡിയൻസ് ആണ് നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നത്. സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് എപ്പോഴും നിങ്ങളുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഈ പുള്ളൻ എപ്പോഴാണ് നിർത്തുന്നത് എനിക്കൊന്ന് പറയാൻ പറ്റുമോ, എൻ്റെ മൈക്ക് കിട്ടുമോ എന്നുള്ളതായിരിക്കും അവൻ്റെ ചിന്ത. അവനെ നോക്കരുത്. കൃത്യമായ ഓഡിയൻസിൻ്റെ മണ്ടയിലായിരിക്കണം നിങ്ങളുടെ കണ്ണ്. ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ചുരുക്കം ചിലരുന്നു. പോസിറ്റീവ് എനർജി എവിടെ നിന്ന് കിട്ടുന്നു അവൻ്റെ മണ്ടയിലായിരിക്കണം നിങ്ങളുടെ കണ്ണ്. മനസ്സിലായോ? ഇത് വെച്ചങ്ങ് അടിച്ചോണം. മനസ്സിലായോ? അപ്പോൾ PPITയുടെ ഒന്നാമത്തെ P എന്താണ്? പേഴ്സൺസ്. അവിടെ ഇരിക്കുന്നവരെ പറ്റി പറഞ്ഞു. കൃത്യമായ രീതിയിൽ പറയണം, ചെറുതായിട്ടും പറയണം. അതിന് അല്ലാതെ അത് അവരെ പറ്റി പുകഴ്ത്തി പറയാൻ അവർ ആങ്കറെ അവർ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചോളൂ. ഈ പ്രസംഗിക്കുന്നവൻ തന്നെ പറയും, നല്ലൊരു ആങ്കർ ഉണ്ടോ, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം കേട്ടോ. അപ്പം മനസ്സിലാവുന്നു? അപ്പം ആ തള്ളലും കറക്റ്റ്. ആങ്കറെ എല്ലായിടത്തും വിളിക്കാൻ ഇവൻ പറയും. രാഹുൽ ഗാന്ധി പലരെയും വരുമ്പോൾ ഇന്ന ആളെ വിളിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താ? തള്ളൽ കറക്റ്റാണെന്നുണ്ടെങ്കിൽ അയാളും പറയും, ആരും പറയും. മനസ്സിലായി? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ലീഡറാണ്. നന്മയുള്ള നേട്, പക്ഷേ സംസാരം പോരാ. അദ്ദേഹത്തിന് ഹൃദയം തുറഞ്ഞ് എൻ്റെ മക്കളെ എന്ന് വിളിക്കാൻ കഴിയുന്നില്ല. കാരണം മനസ്സിലായിക്കോണം, ലീഡർ എന്ന് പറയുന്നത് ഒരു പ്രാസംഗികനാണ്. പ്രാസംഗികൻ എന്തോ ആയിരിക്കണം. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നന്മയുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അയാൾ കള്ളം പറയില്ല. സ്പീക്കർ കള്ളം പറയേണ്ടി വരും. പെട്രോളിൻ്റെ വില ഞങ്ങൾ 50 രൂപയാക്കും. ആക്കിയോ? 110 രൂപയാക്കി. ഞങ്ങൾ അരിയുടെ വില കുറച്ചോ? എല്ലാം കൂട്ടുകയേ ചെയ്യാവൂ നേതാവ്. കാര്യം എന്താണെന്നറിയാം, ഇവന് പ്രതീക്ഷയെ കൊടുക്കാവൂ. അത് രാഷ്ട്രീയ പ്രസംഗത്തിലാണ്, മറ്റേനകത്താവരുത്. പള്ളിയിലാണെന്നുണ്ടെങ്കിൽ വലിച്ച്. മനസ്സിലായോ? അതുകൊണ്ട് അത് വേറൊരു സ്റ്റൈലാണ്. അപ്പം അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തോന്നറിയാം? ഞാനിപ്പോൾ പറഞ്ഞു പേഴ്സൺസ് കഴിഞ്ഞ പ്ലേസ്. ഈ സ്ഥലം ഞാൻ ഈ പ്രസംഗിക്കാൻ വന്നിരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ്. അതെന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ ഏതു കേൾക്കുന്നുണ്ടോ കത്തിക്കോട്ടെ. മനസ്സിലായി? കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ സെനറ്റ് ഹാൾ. ഈ സെനറ്റ് ഹാൾ എന്ന് പറയുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ വന്നിട്ടുള്ളതാണ്.
ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഐക്യം ഉണ്ടായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ ഈ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവാൻ വേണ്ടി വിളിച്ച കേരളത്തിൻ്റെ സെനറ്റാണിത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു തള്ളു സ്ഥലത്തിന്. കൊട്ടാരക്കരയെ പറ്റി പറയുമ്പോൾ വളരെയേറെ ചരിത്ര പുരുഷന്മാർ ജനിച്ചു വീണ സ്ഥലമാണ്. കഥകളി ഉണ്ടായത് എൻ്റെ കൊട്ടാരക്കരയിലാണ്. ആ കൊട്ടാരക്കരയിലെ കൊട്ടാരക്കര തമ്പുരാനാണ് ആ രാമനാട്ടം എന്ന് പറയുന്ന കഥകളി രൂപമുണ്ടാക്കിയത്. ഞാൻ അഹങ്കാരം പറയും, എൻ്റെ രാജ്യത്തെപ്പറ്റി അല്ലെ എൻ്റെ ദേശത്തെപ്പറ്റി ഞാൻ അഹങ്കരിക്കും പറഞ്ഞ് എന്തോത്തിനെ തള്ളി, സ്ഥലത്തെയും ആ ബിൽഡിങ്ങിനെയും തള്ളി. എന്തിനാണോ വിളിച്ച് ആ പ്രസ്ഥാനത്തെയും തള്ളി. ഓക്കെ, അടുത്ത PPI ഇഷ്യൂ കൃത്യമായിരിക്കണം. നീ പ്രസംഗിക്കാൻ ചെല്ലുന്നിടത്ത ഇഷ്യൂ എന്തായിരിക്കണം? കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. കേരള യൂണിവേഴ്സിറ്റിയിലെ SFIയുടെ പ്രസിഡന്റായിട്ട് പയ്യൻ പറഞ്ഞത് ഓർത്തോളൂ. കൃത്യമായി അവൻ ഡെലിവറി ചെയ്തു. പക്ഷേ പിണറായി കൃത്യമായി അത് പൊളിക്കുകയും ചെയ്തു. RSSന്റെ ശാഖകളിലാണ് VCയും ഗവർണറും ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിണറായി പോയി അവിടെ ചെന്ന് കണ്ടു. അപ്പോൾ എവിടെ പോയി? ശാഖയിൽ പോയോ? അതേപോലെ കൃത്യമായ രീതിയിൽ തിരിച്ച് അപ്പം കോൺഗ്രസിന്റെ പിള്ളേർക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയായിരുന്നു. അവൻ പറഞ്ഞ അതേ നാണയത്തിൽ മറുപടികൾ കൃത്യമായി സമയത്ത് വീണ് കിട്ടുമ്പോൾ കൊടുത്തിരിക്കണം. പഴഞ്ചൊല്ലുകൾ, പാട്ടുകൾ, ചെറു കഥകൾ ഇതൊക്കെ സമയമനുസരിച്ച് പ്രസംഗത്തിൽ കയറ്റിക്കണം. മനസ്സിലായ? കൃത്യമായ പ്രസംഗത്തിനകത്ത് അത് കയറണം. പിന്നെ കുറേ ട്രിക്കുകളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരത്തില്ല, നിങ്ങൾക്കേ പറഞ്ഞു തരും. അതുകൊണ്ടല്ല പ്രസംഗം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം എല്ലാം പാത്രം അറിഞ്ഞു വിളമ്പണം എന്ന് പറയുന്നത് പോലെ പ്രസംഗം നമ്മളിത് ഞാൻ ഒരു ദിവസം കൊണ്ട് പഠിച്ചതാണോ? അപ്പോൾ എത്ര പ്രസംഗത്തിൻ്റെ പല ബുക്കുകൾ നിങ്ങൾ വായിക്കുന്ന കണ്ടിട്ടില്ലേ? വായനയിലൂടെ മാത്രം എടുക്കുന്നൊരു സാധനമായി അറിവെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടം വരെ എത്തി? ICUസിലെത്തി. ഇനി അടുത്ത ടൈം, സമയം കൃത്യമായിരിക്കണം. നമ്മൾ എത്ര മണിക്കൂറിന് അയാൾ വിളിച്ചേ? 1 മണിക്കൂറിന്. ആ 1 മണിക്കൂർ ഈ സാധനം തീർത്തിരിക്കണം. അതാണ് PPIT. പഠിച്ചോ? ഇപ്പോൾ സാധാരണ ഒരുത്തന് പ്രസംഗിക്കാൻ എന്തുമാത്രം മതി? PPIT മതി. നല്ല പ്രാസംഗികന് ഇത് പോരാൻ മതിയോ? അതിനകത്ത് കുറച്ച് ട്രിക്ക് കൂടെ ഉണ്ട്. അതാണ് പപ്പ പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അങ്ങനെ പ്രസംഗം നിർത്തുക. കൊള്ളാം. പ്രസംഗം നിർത്തിയിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ അവർക്ക് നന്ദി പറഞ്ഞു കൃത്യമായി പറയണം. പോയിന്റ് ഔട്ട് ചെയ്യേണ്ടടുത്തൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പറഞ്ഞു. മനസ്സിലായോ? ആരെയാണ് കേൾക്കേണ്ടത്, ആരാണ് നമ്മളെ സഹായിക്കുന്നത് വെച്ചാൽ അവനെ കൃത്യമായി പറഞ്ഞു. ഇതൊന്നും പ്രശ്നമല്ല. കൃത്യമായ സമയത്ത് അത് ചെയ്തു, നന്ദി പറഞ്ഞു. ഒരു കൈവീശൽ, ഒരു കൈകൂപ്പൽ ഇപ്പോഴത്തെ ശൈലിയല്ല. ന്യൂജൻ പിള്ളേർക്ക് കൈകൂപ്പലൊന്നും ഇഷ്ടമല്ല. മനസ്സിലാവുന്നു? കൃത്യമായ രീതിയിൽ CPM ആണെങ്കിൽ ലാൽസറാണോ, കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ ജയ് കോൺഗ്രസും ഒക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരെണ്ണം നിങ്ങൾ കണ്ടെത്തിക്കണം. മോദി പറഞ്ഞു നിർത്തുന്ന പോലെ. മനസ്സിലായി? കൃത്യമായ രീതിയിൽ പറഞ്ഞ് നമസ്കാരം, എന്തുകൊണ്ട്? അയ്യോ കേട്ടോ, ചേട്ടാ എനിക്കൊരു ചായ തന്നോളൂ. കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം? നേമോനെ അത് പറഞ്ഞ് നിർത്തണം. ഇപ്പം നിങ്ങൾക്ക് ഈ സാധനം എന്തോന്നൊരു ഐഡിയ കിട്ടിയോ? ഇനി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കണം, പപ്പ ഒമിറ്റ് ചെയ്ത 3-4 പോയിന്റ്സ് എന്തുവാണ്. മനസ്സിലായി? അല്ലെ വേറൊരു വീഡിയോ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ സമ്മതിച്ചാൽ. കാരണം നിങ്ങളുടെ ശത്രു ഇത് തന്നെ ആയിരിക്കും സ്കൂൾ മത്സരത്തിൽ പ്രസംഗിക്കാൻ പോകുന്നത്. ഓക്കെ.